വോ സ്മോക്ക് റിങ്സ്. സുഹൃത്തുക്കളെ, ആദ്യം പറയട്ടെ, ഇത് കുട്ടികൾക്ക് അനുകരിക്കാനുള്ളൊരു സംഗതിയല്ല. അല്ലെങ്കിൽ ഇത് കുഞ്ഞുങ്ങൾ കണ്ടിട്ട് ഇതൊന്നും അനുകരിക്കരുതെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. മമ്മൂക്ക കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ സ്മോക്ക് റിങ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട്. സിഗരറ്റ് വലിച്ച് ഒരു പ്രത്യേക രീതിയിൽ വായിൽ നിന്ന് ഒരു വളയത്തിൽ അതിൻ്റെ പുകയല്ല, അതിൻ്റെ സ്മോക്കെല്ലാം പുറത്തേക്ക് വിടുന്ന സമയത്ത് സാധാരണ ഒരു കട്ടിപ്പുക വായിൽ നിന്ന് പുറന്നതിന് പകരമായിട്ട് അത് റിങ്സുകളായിട്ട് പുറത്തേക്ക് വിടുന്നൊരു പരിപാടിയുണ്ട്. ട്രെയിൻ ചെയ്യിച്ച് അല്ലെങ്കിൽ ട്രെയിനിങ്ങോട് കൂടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുക. മമ്മൂക്ക ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സിഗരറ്റ് വലിച്ചിരുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു കിക്ക് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് ഞാനെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സിനിമയിൽ തനിക്ക് ഏറെക്കാലം അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് മാറ്റി നിർത്തപ്പെട്ട ഒരു ഇഷ്ടമാണ് മമ്മൂട്ടിയുടെ പല ഇഷ്ടങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു ഇഷ്ടമാണ് സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ കൃത്യമായിട്ട് അറിയാം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത് അദ്ദേഹം മാറ്റി നിർത്തിയതും. എന്തൊക്കെയായാലും ഈ അടുത്ത കാലത്ത് കളങ്കാവൽ എന്ന് പറയുന്ന ഈ ഒരു മാസം ലാസ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന കളങ്കാവൽ എന്ന് പറഞ്ഞ ആ സിനിമയിൽ മമ്മൂട്ടി ചെയ്തിട്ടുള്ളത് ഇതേ ഒരു സംഗതിയാണ്. സിഗരറ്റ് സ്മോക്ക് ചെയ്തുകൊണ്ട് ഒരു ബ്ലോ വിടുന്ന ഒരു പരിപാടി. അതിന് സിഗരറ്റ് അല്ലെങ്കിൽ സ്മോക്കിംഗ് റിങ്സ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുക. വളരെ രസകരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സിഗരറ്റ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി കൂടി മമ്മൂട്ടി ഈ അടുത്ത കാലത്ത് ഈ ഒരു സിനിമയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ മാത്രം അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ? ആ ക്യാമറ അദ്ദേഹത്തിന്റെ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ആ ക്യാമറ വളരെ പതുക്കെ ഒരു സൈഡിലേക്ക് തിരിയും തോറും അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ തിരിഞ്ഞു നോക്കുന്നതിനൊപ്പം തന്നെ ആ ഒരു സിഗരറ്റ്, ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നിന്ന് സിഗരറ്റ് മെല്ലെ മെല്ലെ തട്ടി ചുണ്ടുകൊണ്ടും പല്ലുകൊണ്ടും തട്ടി ഈ സൈഡിലേക്ക് അദ്ദേഹം വളരെ രസകരമായി എത്തിക്കുന്നുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി കാണിച്ചു തരാം. ഇനി ആദ്യം പറഞ്ഞ ആ ഒരു രംഗത്തിലേക്ക് തന്നെ കിടക്കാം. ആ രംഗം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ അതിനെ പറ്റിയിട്ട് തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ആ രംഗവും വളരെ കൃത്യമായിട്ട് അദ്ദേഹം സിഗരറ്റ് കൊണ്ട് ഈ ഒരു ബ്ലോ വിടുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ സിഗരറ്റ് റിങ്സ് ഇടുന്ന ഒരു പരിപാടിയാണ്. മമ്മൂട്ടി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് അങ്ങനത്തെ ഒരു റിങ്സ് ഇട്ടതെന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞായിരുന്നു, ഇദ്ദേഹത്തിന് സിഗരറ്റ് വലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ ഇദ്ദേഹം ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മുതൽ തന്നെ ഈ ഒരു പരിപാടി മമ്മൂക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പഴയകാല സിനിമകളിലേക്കാണ് അദ്ദേഹം ഇങ്ങനെ ബ്ലോ വിട്ട അല്ലെങ്കിൽ ഇങ്ങനെ റിങ്സ് കൊണ്ട് കളിച്ച കുറച്ച് സിനിമ രംഗങ്ങൾ ഒന്ന് കണ്ടുപോകൂ. കുറച്ച് വളരെ പഴയതാണ്. എങ്ങനെയുണ്ട്? ഇതാണ് ആ രംഗങ്ങൾ. നിങ്ങൾക്ക് ഇതിലിപ്പോൾ 1, 2, 3 സിനിമകളും കാണാം. ആ 3 സിനിമകളിൽ ഇദ്ദേഹം ഇങ്ങനെ സിഗരറ്റ് കൊണ്ട് റിങ്സ് ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട്. അതെല്ലാം ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു കാലഘട്ടങ്ങൾ. ആഘോഷിക്കപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു വലിയ നടൻ അങ്ങനെ ചെയ്തു എന്ന രീതിയിൽ മാത്രം അതിനെ ആഘോഷിച്ചാൽ മതി. അതിനപ്പുറത്തേക്കുള്ള ഒരു ആഘോഷത്തിലേക്ക് കൊണ്ടുപോവുക, അതിനെ അനുകരിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയല്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഇനി അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ഇത് പഠിപ്പിക്കുന്ന സംഗതിയല്ല. പക്ഷേ നമ്മൾ ഇന്റർനെറ്റിലേക്ക് തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് കിട്ടും. നോക്കി. How to blow? Oh, position your mouth like this, and you have to push the air from inside, not like this. Try to make it sound like from the inside. You're not pushing the air with your tongue like this. That's not gonna work. You're doing it from the inside, like you're coughing. കൃത്യമായിട്ടും ഇവിടെ ഈ ചങ്ങാതി എങ്ങനെയാണ് ഈ ഒരു പുക കൊണ്ട് കളിക്കേണ്ടത്, സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ റൗണ്ട്സ് പുറത്തേക്ക് വിടേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ്. ഇത്തരം പഠിപ്പിക്കൽ വീഡിയോസുകളെല്ലാം നമ്മുടെ യൂട്യൂബിലുണ്ട് എന്നുള്ളതാണ്. അതുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചതാണ്. ഇത് ആരെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടോ മമ്മൂട്ടി ചെയ്തുകൊണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ ചെയ്യണമെന്ന് ഒരിക്കലും ഇല്ല കേട്ടോ.
വളരെ അപകടകരമായ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്ന പ്രോഗ്രാം ഇദ്ദേഹം നിർത്താൻ കാരണം. അതുകൊണ്ട് അത് അനുകരിക്കാൻ നിൽക്കരുത്. അതാണ് ഏറ്റവും നല്ല ഒരു തീരുമാനവും ചോയ്സും എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വെച്ച ചിത്രം മാത്രമാണ്. ഇദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, കളങ്കാവ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രം ചെയ്ത ഒരു പ്രവർത്തനമായിട്ട് ഇതിനെ കാണരുത്. കുറെ കാലമായി ചെങ്ങാതി ഇത് തുടങ്ങിയിട്ട്. ബൈ.